ഹലോ, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണയിലും വ്യത്യസ്തമായിട്ട് ദം ചിക്കൻ കറിയാണിത്. ദം ബിരിയാണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ദം ചിക്കൻ കറി. കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറിയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല, എക്സ്ട്രാ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പൊറോട്ടയുടെ കൂടെ, അതുപോലെ ചപ്പാത്തിക്ക്, നെയ്ച്ചോറിന്, എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. പൂരിക്കും അതുപോലെ ബട്ടൂരക്കൊക്കെ പറ്റിയൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ചിക്കനിലാണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ള അളവുകളാണ് പറയുന്നത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് മിക്സിയിൽ ഇട്ടിട്ടുള്ളത്. അതിലേക്കൊരു 6-7 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങ കൂടുതൽ എടുക്കരുത്, ഇത് ഇത്രയും തന്നെ ധാരാളമാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ മതി. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അതുകൊണ്ടാണ് റിച്ച് ആയിട്ടുള്ള കറിയാണെന്ന് പറഞ്ഞത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടി തന്നെയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂണ്. പിന്നെ തൈരാണ് ഇട്ട് കൊടുത്തത്. തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം ഇടാൻ. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്, 1/4 ടീസ്പൂണ്. പിന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തത്. ഫ്രൈ ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കഴിയണ പോലെ കൈകൊണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചു കൊടുക്കണം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. ഇതിൻ്റെ ടേസ്റ്റാണ് ഇതിൽ പ്രത്യേകമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഇത് ഒഴിവാക്കരുത്. ഒരു വലിയ ഒണിയൻ ഫുള്ളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ ഉള്ളിയായിരുന്നു. പിന്നെ മല്ലിച്ചപ്പ്, അത് ഒരു 2-3 തണ്ട് മല്ലിച്ചപ്പ്. അതുപോലെ പുതിന ഒരുപാട് വേണ്ട, ഒരു 3-4 ഇല മതി. അതും അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പാണ് അവസാനം ഇട്ട് കൊടുത്തത്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മസാല കയ്യിലേക്ക് പിടിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ പറ്റില്ല. പറ്റാത്ത പ്രശ്നമല്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരില്ല. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്താൽ മതി. തൈരിലൊക്കെ കിടന്ന് ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിൽ വെച്ചു. ചൂടാകുമ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെയാണ് ഈ കറിയിലേക്ക് വേണ്ടത്. ഇനി അഥവാ ബട്ടർ ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ വേണം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ബട്ടർ കരിഞ്ഞു പോവും. ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബിരിയാണി പോലെ ഇങ്ങനെ ദം ചെയ്തിട്ട് വേണം ഇത് വേവിക്കാൻ. ഒരുപാട് സമയം അങ്ങനെ തുറന്നിട്ടിട്ട് ഇളക്കൊന്നും ചെയ്യരുത്. അടച്ച് വെച്ചിട്ട് ഇളക്കൊന്നും ചെയ്യാതെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം ഒരുപാട് ഗ്രേവി ഉള്ള ഒരു കറിയല്ല. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ മസാല ആക്കി വെച്ചിരുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയായി വരും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ, തീരെ ചെറിയ ഫ്ലെയിമിൽ, എത്ര ചെറിയ ഫ്ലെയിം ആക്കാൻ പറ്റുമോ അത്രയും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യണ പോലെ നന്നായി അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട.
മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായ പ്രോസസ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആ ബട്ടർ ഉരുക്കി അതിലേക്ക് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ് നേരം വെക്കണം. മിനിമം 20 മിനിറ്റ് നേരം. തീരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ വെള്ളം വറ്റിയൊക്കെ പോവും. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് നേരം വെച്ചു, റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സെർവ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. കാരണം ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഉള്ളിയൊക്കെ വറുത്തിടുന്നത് കാരണം പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കാരണം പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു കറിയാണിത്. പത്തിരിക്ക് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ഇപ്പോൾ മടക്ക് ചപ്പാത്തിയോ പാൽ പൊറോട്ടയോ, പൊറോട്ടയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ നെയ്ച്ചോറ്, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ, താങ്ക് യു.